അധ്യായം 98 അൽ ബയ്യിന. അവതരണം മദീനയിൽ. സൂക്തങ്ങൾ 8. നാമം. പ്രഥമ സൂക്തത്തിലെ അൽ ബയ്യിന എന്ന പദം അധ്യായനാമമായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. അവതരണകാലം. ഈ സൂറ മക്കിയാണെന്നും മദനിയാണെന്നും ഭിന്ന അഭിപ്രായമുണ്ട്. ഇബ്നു സുബൈറും അത്വാഇബ്നു യസാറും ഇത് മക്കിയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇബ്നു അബ്ബാസിൽ നിന്നും ഖതാദയിൽ നിന്നും ഇത് മക്കിയാണെന്നും മദനിയാണെന്നുമുള്ള 2 അഭിപ്രായവും ഉദ്ധരിക്കപ്പെട്ടിരിക്കുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ നിശ്ചയിച്ചിട്ടുള്ളത് ഇത് മക്കിയാണെന്നാണ്. ബഹറുൽ മുഹീത്തിന്റെ കർത്താവ് അബൂ ഹയ്യാനും അഹ്കാമുൽ ഖുർആനിന്റെ കർത്താവ് അബ്ദുൽ മുൻഇം ഇബ്നു ഫറസും ഈ അഭിപ്രായത്തിനാണ് മുൻഗണന നൽകിയത്. ഉള്ളടക്കത്തെ സംബന്ധിച്ചിടത്തോളം അതിൽ മക്കിയോ മദനിയോ എന്ന് സൂചിപ്പിക്കുന്ന യാതൊന്നും കാണുന്നില്ല. ഉള്ളടക്കം. ഖുർആനിന്റെ ക്രോഡീകരണത്തിൽ ഈ സൂറയെ സൂറ അൽ അലഖിനും അൽ ഖദറിനും ശേഷമായി ചേർത്തത് വളരെ അർത്ഥവത്താണ്. സൂറ അൽ അലഖിൽ പ്രഥമ ദിവ്യ സന്ദേശം ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. സൂറ അൽ ഖദറിൽ അതെപ്പോഴാണ് അവതരിച്ചതെന്ന് പ്രസ്താവിക്കുന്നു. ഈ സൂറയിൽ ഈ വേദത്തോടൊപ്പം ഒരു ദൈവദൂതന്റെ നിയോഗം ആവശ്യമായി തീർന്നതെന്തുകൊണ്ടാണെന്ന് വിശദീകരിക്കുകയാണ്. ആദ്യമായി ദൈവദൂതന്റെ നിയോഗാവശ്യം വിവരിക്കുന്നു. അതിതാണ്: ലോകജനതയെ അവരകപ്പെട്ട സത്യനിഷേധത്തിൽ നിന്ന് മോചിപ്പിക്കാൻ ദൈവദൂതന്റെ ആഗമനം അനിവാര്യമാകുന്നു. ആ ദൈവദൂതന്റെ സാന്നിധ്യം തന്നെ അദ്ദേഹത്തിന്റെ ദൗത്യത്തെ വ്യക്തമായി തെളിയിക്കുന്ന ദൃഷ്ടാന്തമായിരിക്കണം. അദ്ദേഹം ദൈവിക വേദത്തെ പൂർവ്വവേദങ്ങളിൽ പുരണ്ട എല്ലാ മായങ്ങളിൽ നിന്നും ശുദ്ധീകരിച്ച് തികച്ചും സത്യവും സാധുവുമായ തത്വങ്ങൾ ഉൾക്കൊണ്ട അതിന്റെ സാക്ഷാൽ രൂപത്തിൽ ജനസമക്ഷം സമർപ്പിക്കുന്നവനുമായിരിക്കണം. അനന്തരം വേദവിശ്വാസികളുടെ മാർഗഭ്രംശം തുറന്നു കാണിക്കുകയാണ്. അവരിങ്ങനെ വിവിധ മാർഗങ്ങളിലേക്ക് വഴിതെറ്റിപ്പോയത് അള്ളാഹു അവർക്ക് സന്മാർഗദർശനം നൽകാതിരുന്നതുകൊണ്ടല്ല. സുവ്യക്തമായ സന്മാർഗ പ്രമാണങ്ങൾ അവരുടെ അടുക്കൽ എത്തിക്കഴിഞ്ഞതിന് ശേഷമാണ് അവർക്ക് മാർഗഭ്രംശം സംഭവിച്ചത്. അവരുടെ മാർഗഭ്രംശത്തിനുത്തരവാദികൾ അവർ തന്നെയാണെന്നത്രേ ഇതിനർത്ഥം. ഇപ്പോഴിതാ ഈ പ്രവാചകൻ മുഖേന വീണ്ടും അവർക്ക് സത്യപ്രമാണങ്ങൾ എത്തിച്ചു കൊടുത്തിരിക്കുന്നു. ഇതിനുശേഷവും അവർ വഴി പിഴച്ചവരായി തന്നെ കഴിയുകയാണെങ്കിൽ അവരുടെ ഉത്തരവാദിത്വം കൂടുതൽ കനത്തതായിത്തീരും. ഈ വിഷയകമായി പറയുന്നു: അള്ളാഹുവിങ്കൽ നിന്ന് നിയുക്തനായ ഏതു പ്രവാചകനും അവതരിച്ച ഏതു വേദവും അവരോട് കൽപ്പിച്ചിരുന്നത് ഇതുമാത്രമാകുന്നു: മറ്റെല്ലാ മാർഗങ്ങളും വെടിഞ്ഞ് നിഷ്കളങ്കമായി അള്ളാഹുവിനോട് ദാസ്യഭാവം കൈക്കൊള്ളുക. മറ്റാരോടെങ്കിലുമുള്ള ആരാധനയും വിധേയത്വവും അടിമത്തവും ദാസ്യവും അതിൽ കലർത്താതിരിക്കുക. നമസ്കാരം നിലനിർത്തുക, സകാത്ത് നൽകുക. ഇതിൽ നിന്ന് സ്വയം വെളിപ്പെടുന്ന ആശയം ഇതാണ്: വേദവിശ്വാസികൾ അവരുടെ യഥാർത്ഥ ദീൻ ഉപേക്ഷിച്ച് സ്വന്തം മതങ്ങളിൽ കൂട്ടിച്ചേർത്തിട്ടുള്ളതെല്ലാം മിഥ്യയാകുന്നു. ഇപ്പോൾ ആഗതനായിട്ടുള്ള ഈ ദേവദൂതൻ അവരുടെ സാക്ഷാൽ ദീനിലേക്ക് മടങ്ങാനാണ് അവരെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒടുവിൽ സ്പഷ്ടമായി ഉപദേശിക്കുകയാണ്: ഈ ദൈവദൂതനെ നിഷേധിക്കുന്ന വേദവിശ്വാസികളും ബഹുദൈവാരാധകരും നികൃഷ്ട സൃഷ്ടികളായിത്തീരും. ശാശ്വത നരകമാണ് അവർക്കുള്ള ശിക്ഷ. സത്യവിശ്വാസം കൈക്കൊണ്ട് സൽക്കർമ്മപാത സ്വീകരിക്കുകയും ഭൗതിക ലോകത്ത് ദൈവഭക്തരായി ജീവിതം നയിക്കുകയും ചെയ്യുന്നവർ ഉത്കൃഷ്ടരായ സൃഷ്ടികളായിത്തീരും. എന്നെന്നും സ്വർഗത്തിൽ വസിപ്പിക്കപ്പെടുക എന്നതാണ് അവർക്കുള്ള സമ്മാനം. അള്ളാഹു അവരിൽ സംപ്രീതനാകുന്നു. അവർ അള്ളാഹുവിലും സംതൃപ്തരാകുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമദയാലുവും കരുണാവാരിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ. ലം യകുനില്ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രികീന മുൻഫക്കീന ഹത്താ തഅതിയഹുമുൽ ബയ്യിന. വേദക്കാരിലും ബഹുദൈവാരാധകരിലുമുള്ള സത്യനിഷേധികൾ തെളിഞ്ഞ ദൃഷ്ടാന്തം വന്നെത്തുന്നതുവരെ അവരുടെ നിഷേധത്തിൽ നിന്ന് വിരമിക്കുന്നവരായിരുന്നില്ല. കുഫറിൽ പങ്കാളികളാണെന്നതോടൊപ്പം തന്നെ വേദക്കാരെയും ബഹുദൈവാരാധകരെയും വെവ്വേറെ പേരുകളിൽ പരാമർശിച്ചിരിക്കുകയാണ്. വേദവിശ്വാസികൾ എന്നതുകൊണ്ട് വിവക്ഷ പൂർവ്വപ്രവാചകന്മാർ കൊണ്ടുവന്ന വേദങ്ങളിൽ ഏതെങ്കിലും ഒന്ന് കൈവശം വയ്ക്കുകയും അതിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരാണ്. ഏതെങ്കിലും പ്രവാചകനെ പിന്തുടരുകയോ വേദം അംഗീകരിക്കുകയോ ചെയ്യാത്തവരാണ് മുശ്രിക്കീൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. വേദവിശ്വാസികളുടെ ബഹുദൈവത്വപരമായ ആശയങ്ങൾ വിശുദ്ധ ഖുർആൻ പലയിടത്തും പ്രസ്താവിച്ചിട്ടുണ്ട്. ഉദാഹരണമായി
സൂറ അൽ മാഇദ 73 സൂക്തത്തിൽ ക്രൈസ്തവരെക്കുറിച്ച് പറഞ്ഞു. അവർ പറയുന്നു അല്ലാഹു ത്രിദൈവങ്ങളിൽ ഒരുവനാണെന്ന്. അതേ സൂറയിലെ 17 സൂക്തത്തിൽ പറഞ്ഞു മസീഹ് തന്നെ ദൈവമാണെന്ന് അവർ പറയുന്നു. അത്തൗബ 30 സൂക്തത്തിൽ പറഞ്ഞു നസ്രായർ മസീഹിനെ ദൈവപുത്രനെന്ന് ഘോഷിച്ചു. പ്രസ്തുത സൂക്തത്തിൽ ജൂതന്മാരെ പറ്റി പറഞ്ഞു. ജൂതന്മാർ ഉസൈറിനെ ദൈവപുത്രനെന്ന് ഘോഷിച്ചു. എങ്കിലും ഖുർആൻ ഒരിടത്തും അവരെ കുറിക്കാൻ മുശ്രിക് എന്ന സാങ്കേതിക പദം ഉപയോഗിച്ചിട്ടില്ല. വേദം ലഭിച്ചവരെന്നോ യഹൂദികളും നസാറാക്കളുമെന്നോ ആണ് ഉപയോഗിച്ചത്. കാരണം അവർ അടിസ്ഥാനപരമായി അംഗീകരിച്ചിട്ടുള്ളത് ഏകദൈവത്വ മതം തന്നെയാണ്. പിന്നീട് ശിർക്ക് ചെയ്യുകയായിരുന്നു. ഇതിൽ നിന്ന് ഭിന്നമായി അഹ്ലുൽ കിതാബ് അല്ലാത്തവരെ കുറിക്കാൻ മുശ്രിക് എന്ന സാങ്കേതിക നാമം തന്നെ ഉപയോഗിച്ചു. എന്തുകൊണ്ടെന്നാൽ യഥാർത്ഥ മതം ശിർക്ക് തന്നെയാണെന്ന് കരുതുകയും തൗഹീദിനെ നിസ്സങ്കോചം നിഷേധിക്കുകയും ചെയ്യുന്നവരാണവർ. ഈ രണ്ടു വിഭാഗങ്ങൾ തമ്മിലുള്ള വ്യത്യാസം സാങ്കേതിക നാമത്തിൽ പരിമിതമല്ല, ശരീഅത്തിന്റെ വിധികളിലും അതുണ്ട്. അഹ്ലുൽ കിതാബ് അറുത്ത മാംസം മുസ്ലിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു. അഹ്ലുൽ കിതാബിലെ സ്ത്രീകളെ മുസ്ലിങ്ങൾ വിവാഹം ചെയ്യുന്നതും അനുവദനീയമാണ്. എന്നാൽ മുശ്രിക്കുകൾ അറുത്ത മാംസം അനുവദനീയമല്ല. അവരിലെ സ്ത്രീകളെ വിവാഹം ചെയ്യാനും അനുവാദമില്ല. ഈ ആയത്തിൽ കുഫർ എന്നുപയോഗിച്ചത് അതിന്റെ വിശാലമായ അർത്ഥങ്ങളിലാകുന്നു. സത്യനിഷേധ നിലപാടിന്റെ വ്യത്യസ്ത രൂപങ്ങളെ അത് ഉൾക്കൊള്ളുന്നു. ഉദാഹരണമായി ചിലർ അള്ളാഹുവിൽ തന്നെ വിശ്വസിക്കുന്നില്ല എന്ന അർത്ഥത്തിൽ കാഫിറുകളായിരുന്നു. ചിലർ അള്ളാഹുവിൽ വിശ്വസിച്ചുവെങ്കിലും അവനെ ഏക ആരാധ്യനായി അംഗീകരിച്ചിരുന്നില്ല. അവന്റെ സത്തയിലോ ഗുണങ്ങളിലോ കഴിവുകളിലോ ഏതോ വിധത്തിൽ മറ്റു ചിലർക്കും പങ്കുണ്ടെന്ന് കരുതി അവയെയും ആരാധിച്ചുകൊണ്ടിരുന്നു. ചിലർ അള്ളാഹുവിന്റെ ഏകത്വത്തിലും വിശ്വസിച്ചു. പക്ഷെ അതോടൊപ്പം തന്നെ ഏതെങ്കിലും സ്വഭാവത്തിലുള്ള ശിർക്കും പുലർത്തിപ്പോന്നു. ചിലർ ദൈവത്തെ അംഗീകരിച്ചു, അവന്റെ പ്രവാചകന്മാരെ അംഗീകരിച്ചില്ല. പ്രവാചകന്മാർ മുഖേന ആഗതമായ സന്മാർഗം സ്വീകരിക്കാൻ കൂട്ടാക്കിയതുമില്ല. ചിലർ ഏതെങ്കിലും ചില പ്രവാചകന്മാരെ അംഗീകരിക്കുകയും മറ്റുള്ളവരെയെല്ലാം നിഷേധിക്കുകയും ചെയ്തു. ചിലർ പരലോകം നിഷേധിച്ചവരായിരുന്നു. ആളുകൾ അകപ്പെട്ടിട്ടുണ്ടായിരുന്ന കുഫർ ഇങ്ങനെ ബഹുവിധമായിരുന്നു. എന്നാൽ അഹ്ലുൽ കിതാബിൽ നിന്നും മുശ്രിക്കുകളിൽ നിന്നുമുള്ള കാഫിറുകൾ എന്നു പറഞ്ഞതിന് ഈ രണ്ടു കൂട്ടരിലും കുറെ ആളുകൾ കുഫറിൽ അകപ്പെടാത്തവരായി ഉണ്ടായിരുന്നു എന്നർത്ഥമില്ല. മറിച്ച് കുഫറിൽ പെട്ടുപോയ രണ്ടു വിഭാഗം എന്നാണ് അർത്ഥം. ഒന്ന് വേദവിശ്വാസികൾ, രണ്ട് മുശ്രിക്കുകൾ. ഇവിടെ മിൻ ഉപയോഗിച്ചത് ഭാഗികത സൂചിപ്പിക്കാനല്ല, വിശദീകരണം സൂചിപ്പിക്കാനാണ്. തെളിഞ്ഞ ദൃഷ്ടാന്തം വന്നെത്തുന്നതുവരെ സത്യനിഷേധികൾ അവരുടെ നിഷേധത്തിൽ നിന്ന് വിരമിക്കുന്നവരായിരുന്നില്ല എന്ന് പറഞ്ഞതിന്റെ താൽപര്യമിതാണ്. ഈ സത്യനിഷേധ നിലപാടിൽ നിന്ന് മുക്തരാവാൻ അവർക്കുണ്ടായിരുന്ന മാർഗം ഇതുമാത്രമാണ്. ഒരു സന്മാർഗ ദൃഷ്ടാന്തം ആഗതമായി കുഫറിന്റെ സത്യവിരുദ്ധതയുടെയും അബദ്ധത്തിന്റെയും എല്ലാ രൂപങ്ങളും അവരെ ബോധ്യപ്പെടുത്തുക. സന്മാർഗം സ്പഷ്ടവും പ്രാമാണികവുമായ രീതിയിൽ അവരുടെ മുന്നിൽ സമർപ്പിക്കുക. ആ ദൃഷ്ടാന്തം വന്നെത്തിയാൽ പിന്നെ അവരെല്ലാം കുഫർ വർജിച്ചുകൊള്ളും എന്ന് ഇതിനർത്ഥമില്ല. മറിച്ച് ഈ മാർഗദർശനത്തിന്റെ അഭാവത്തിൽ അവർക്ക് കുഫറിന്റെ അവസ്ഥയിൽ നിന്ന് മോചിതരാവുക അസാധ്യമാണെന്നാണ് അർത്ഥം. അതിന്റെ ആഗമനത്തിന് ശേഷവും ആ വിഭാഗത്തിൽ കുഫറിൽ തന്നെ നിലകൊള്ളുന്നവരുടെ ഉത്തരവാദിത്വം പിന്നെ അവർക്ക് തന്നെയാണെന്ന് മാത്രം. ദൈവമേ, ഞങ്ങൾക്ക് സന്മാർഗം ലഭിക്കാൻ നീ ഒരു ഏർപ്പാടും ചെയ്തു തന്നില്ലല്ലോ എന്ന് അള്ളാഹുവിനോട് പരാതിപ്പെടാൻ ഇനി അവർക്ക് കഴിയില്ല.